അല്ല ഇതെന്താപ്പ അവിടെ? ഒന്നും പറയണ്ട. എന്താ ചെയ്യ മോളെ? ഒരു 3 മുട്ട കടന്നു തരുമോ? മുട്ടയോ? ആ കോഴിമുട്ട. വാക്ക് പറഞ്ഞാ പില്ലീനെ പിടിച്ചു കൊടുക്കായി. വാക്ക് പറഞ്ഞാണെങ്കിലേ കൊടുക്ക്. എന്തേലും കടയിട്ട് തരാനേ മുട്ടയൊന്നും ഇല്ല. റൊക്കം കാശ് വന്നാ തരാം. അല്ല പിന്നെ സുശീലേ മോളെ, മുട്ട കൊടുത്തില്ല. ഇപ്പൊ അതിന് കുന്തത്തുമ്പോ നടക്കൂലെന്ന്. മോളെ എന്നാ നീ എവിടെ ഇരി, മുട്ടകൾ കിട്ടിയിട്ട് ഇറങ്ങിയാ മതി. എന്ത് ചെയ്യും പഠിച്ചോനെ? തീരുമാനിക്കട്ടെ. എന്നാ പോട്ടെ, പടാസാപ്പിന്റെ റൗട്ടിലേക്ക് പോട്ടെ. നടുവും പോയി മുട്ടകളും ഇല്ലെന്ന് പറഞ്ഞാ നിന്നെ നിലം തെടിക്കില്ലടാ കള്ളപ്പയലെ. അല്ല നിങ്ങളിത് എവിടെ പോവാ? ഗോവിന്ദായിട്ട് ഒന്ന് കാണണം. ആണാ? എന്നാ ഞാനും വരാം. ഓ എന്നാലും താഴെ നിൽക്കുന്ന ആർത്തി പണ്ടാരത്തിന് 3 മുട്ട കൊടുത്തിട്ട് എന്നെ കുന്തത്തിൽ നിന്ന് നറുക്ക്. എന്നിട്ട് നീ കയറിക്കോ. പാവം വിട്ടേ കുസ്താദെ. വാക്ക് പറഞ്ഞ വാക്കുകൾ പാലിക്കണം. വൈകുന്നേരം അവിടെ ഉച്ചത്തേക്കുള്ള ചോറേ വൈകുന്നേരം. അമ്മോ എന്താണ്? എന്താ പറ്റിയ ശേഖരനോടെ? പുലി വല്ലതും ചെയ്തോ ശേഖരേട്ടാ? എലിയാ? ഒരു ചക്കയുടെ അത്ര 3 എലി എന്റെ കാലിന്റെ ഇടയിൽ കൂടെ ഒരു ഒറ്റ ഓട്ടം. ഞാൻ വല്ല പുളിച്ച തെരയും പറയൂട്ടോ. മനുഷ്യനെ വെറുതെ പേടിപ്പിച്ചു കളഞ്ഞു. ആരും അറിയണ്ട. അറിയാത്തതിന് എലി മാത്രമേ ഉള്ളൂ. പേടിപ്പിക്കലടാ. തന്റെ ഒരു കാര്യം, പുലി വെറും പുല്ല. എലി, പാറ്റ, കൂറ, തവള ഇതൊക്കെ ഭയങ്കര പേടി. അല്ല ചെറുപ്പത്തിൽ വല്ല അല്ല അതൊന്ന് പറഞ്ഞു കഴിഞ്ഞോട്ടെ. എന്താ പറ്റിയേ? ഒന്നുമില്ലാന്ന്. ഒരു എലിയെ കണ്ട് പേടിച്ചാലാ കുരിപ്പ്. ഓ നാണക്കേട്. ഈ ശേഖരേട്ടനൊരു കാര്യം. മുട്ട ഒരു മുട്ടയ്ക്ക് 1.60 വെച്ച് 3 മുട്ടയ്ക്ക് 4 രൂപ 80 പൈസ. വൈകുന്നേരം കളി തുടങ്ങുന്നതിന് മുമ്പ് തരുമോ? അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്റെ കയ്യിൽ നിന്ന് ഒരു മുട്ടയും കിട്ടില്ല. എന്റെ ഉമ്മാണ്, ബാപ്പാണ്, എന്റെ മക്കളാണ് സത്യം. അന്റെ പൈസ മുഴുവൻ തരാതെന്ന് പസ്റ്റോ ഇല്ല. കൊടി മുളിങ്ങട്ട പ്രായം. മുട്ട തൃപ്തിയായില്ലേ? ഓ എന്താ നോക്കല്? കേട്ടൂടി. ഓവില്ല് കൈ കഴിച്ചു. പണ്ടാരടക്കം ഒന്ന് വീശി തരാൻ പറഞ്ഞിട്ട് ഒന്നും കൂടി കെട്ടിയെടുക്കണ്ട. ഒരെണ്ണം കൂടി വിരിച്ചാ കഴിഞ്ഞു. ഓ ഇങ്ങനെ ഒരു മരമന്ത മനുഷ്യൻ. ഒരു മണിക്കൂറായി 2 കഷ്ണം തുണി കൊണ്ട് ഉരുട്ടാൻ തുടങ്ങിയിട്ട്. കുമാരേട്ടോ. ഓ ക്ലൗൺ കുമാരേട്ടൻ പറഞ്ഞ ഒരു കാലത്ത് റോയൽ സർക്കസിന്റെ സ്റ്റാർ ആയിരുന്നു. ഇപ്പോഴും മോശമൊന്നല്ലടി. ആ പക്ഷെങ്കി ഇപ്പൊ പെണ്ണും പിള്ളേരുടെ അടിപ്പാവട തിരുമല പണി. അതിന് ഞാൻ എന്താ പേടിക്കണോ? ഈ വയസ്സുകാലത്ത് നിങ്ങൾക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ജമീല പ്രാക്ടീസ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. പാവം കിടക്കുക. ആ കിടക്കട്ടെ നല്ലോണം മലന്ന് കിടക്കട്ടെ. ഒരു വിശറ എടുത്ത് വീശിക്കൊട്. ഇങ്ങനെ ഒരു മനുഷ്യൻ ആർക്കാടെ ഇതിലെത്ര ദണ്ണം? ഇവിടെ ആരാ ഇവിടുത്തെ പോലീസോ? ആ എണ്ണം കെട്ടോളൂ. എന്താ പറഞ്ഞേ? എന്റെ പൊന്നു ജമീലെ, അവളുടെ നാക്കിനെല്ലില്ല. അത് കേട്ട് നീ യുദ്ധത്തിന് ഇറങ്ങല്ലേ. എന്നോട് പോരിന് വന്നാലേ ഞാൻ വിടില്ല. നീ ഒന്ന് അടങ്ങ് ജമീലെ. എനിക്കാരും പേടിയില്ല. അത് വിധിക്ക് അറിഞ്ഞുകൂടെ? അമ്പടി എടി താഴെ ശീമപ്പോർക്കെ നിനക്ക് എന്തിന്റെ കേടാടി? നീ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞതിൽ എന്താടി തെറ്റ്? നിന്റെ വാപ്പയുടെ പ്രായമില്ലടി ആ മനുഷ്യന്. ആ മനുഷ്യനെ കൊണ്ട് നിന്റെ തുണി തിരിപ്പിക്കണോ? അത് ചോദിക്കാൻ നീ ആരടി? എന്നെ വിട മനുഷ്യ. എന്റെ ഭർത്താവിനെ കൂടെ എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യിക്കും. അതിന് നിനക്കതിനടിത്ര സങ്കടം ഉണ്ടടി. ദാരിദ്ര്യം പട്ടിണിയൊക്കെ ആണെങ്കിലും ഞങ്ങൾ ഈ കമ്പനി ഒരു കുടുംബം പോലെയടി. നീ ഇപ്പൊ വേലക്കാരനാക്കണ മനുഷ്യനുണ്ടല്ലോ എനിക്ക് അച്ഛനെ പോലെയാ. അതറിയോ നിനക്ക്? സുശീലടത്തെ പോട്ടെ മിണ്ടായിരിക്കേ. നിന്നോട് വായിട്ടലക്കാൻ എനിക്കിപ്പോ നേരില്ല. ആ നീ പോകും. നല്ല നല്ല ചെക്കന്മാര് കൈ കയറി പിടിച്ചാലേ നീ പോകും. നീ ഇതൊന്ന് പിടിച്ചേ. ഇവളോട് 4 പറഞ്ഞിട്ട് എന്നെ കാര്യം. എടി മേനോക്കി, എടി ശൂർപ്പണകെ, നാട്ടിൽ വളർന്നു പോയ കെട്ടിയൊക്കെ മുതിർന്ന ഒരു പെൺകുട്ടിക്ക് സഹായത്തിനാ നിന്നെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിവിടുന്ന്. ഇവക്ക് മണിയറ ഒരുക്കാനാ ആ ശാന്തമെടുത്ത് എന്റെ റൗട്ടി കൊണ്ടുവന്ന് കിടത്തിയ. ഇപ്പൊ കൊല്ലം 3ആയി. ഒന്ന് വന്ന് സുഖാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ ഇവള്? എന്നിട്ട് അവളുടെ ഒരു കുടുംബം. ഞാൻ കിട്ടിയത് പ്രാരാബ്ധം ചുമക്കാനല്ലേ, ഒരാണിന്റെ കൂടെ ജീവിക്കാനാ. നിന്റെ ഒരു ജീവിതം. നീ ആരാ? സത്യമാണ് സാവിത്രിയോ? നിന്റെ ചരിത്രനെ കൊണ്ട് വിളമ്പിക്കണ്ട. വെറുതെ നാറുവിടന്നെ. ഒന്ന് പോടാ അവിടുന്ന്. വെറുതെ അല്ലേ നിന്റെ കെട്ടൻ ട്രപ്പീസിൽ നിന്ന് വീണ് ചത്ത ശാമ്പോരെ കിടക്കണേ. എന്താടി നാക്കിറങ്ങിപ്പോയോ? 1 മാസം തികച്ച ഒരാണിന്റെ കൂടെ ജീവിക്കാൻ പറ്റിയോടി നിനക്ക്? നിനക്ക് കിട്ടിയ ശാപാടിയത്. ശാപം. ബാക്കിയുള്ള ആണുങ്ങളെല്ലാം സൈക്കിൾ അല്ലെങ്കിലേ വല്ല മുരിക്കിന്റെ. ഒന്ന് പോടാ അവിടുന്ന്.
എന്താടി ജമീലോട് തോറ്റുപോയോ നീ? പോയി അവളോട് മറുപടി പറഞ്ഞിട്ട് വാടി. ഇങ്ങനൊരു ഭാര്യയെ കിട്ടിയത് എന്റെ പുണ്യാണെന്ന്. സുശീലേ മോളെ, ഇവൾ ഇത്ര പാവമായി പോയല്ലോ എന്റെ ശാന്തടുതി. എന്താ ഇത്? മോളെ ഇവക്കൊരു ധൈര്യമൊന്നും ഇല്ലടാ. ഒരു തൊട്ടാവാ. സുശീലടുത്ത് നിനക്ക് അറിയണേ, അവരുടെ സ്വഭാവം അറിയില്ലേ? ഏയ് എനിക്ക് വിഷമമൊന്നുമില്ല അമ്മേ. നിനക്ക് അച്ഛനും അമ്മയും ഇല്ലാത്ത പോലെ ആയല്ലേ. ശാന്തടുത്ത് എന്തിനാ വിഷമിക്കണേ? ഞങ്ങൾക്കില്ലേ വയസ്സാം കാലത്ത് കുമാരേട്ടന് ഒരു അബദ്ധം പറ്റി, അങ്ങനെ അങ്ങോട്ട് വിചാരിക്ക്. അബദ്ധം? അയ്യോ എന്റെ അമ്മേ, എന്റെ പൊന്നോടെ തമ്പുരാനെ, ഞാൻ എന്താ ഈ കാലം കൊല്ലിയാളെ. എത്ര തിന്നാലും മതി വരാത്ത പെരുവയറ്. ഭക്ഷണം കഴിക്കാൻ വരുന്നവരോട് ഞാൻ എന്ത് പറയാ? കണ്ടില്ലേടാ, മുക്കാലുരുളി ഉപ്പുമാവുണ്ടായതാ, അത് മുഴുവൻ പണ്ടാരടയ്ക്കാ മകൻ. കോമാളിക്ക് ചായം വെറുതെ തേച്ചാ മതിയെന്ന എല്ലാവരുടെയും വിചാരം. അതല്ല, മുഖത്തെഴുത്ത് നന്നാകണം. എന്തിനാ? തലയിലെഴുത്ത് ആരും അറിയരുത്. മുഖം എപ്പോഴും ചിരിച്ച പോലെ തോന്നണം. മിടുക്കൻ, നീ എന്റെ മോനാടാ. നിന്റെ മുഖത്തെഴുത്ത് മോശം. എന്റെ എല്ലാ എഴുത്തും മോശമല്ലേക്കാ. വാ, മതി മതി, വാ നടക്ക്. തുടങ്ങാറായി. അബൂക്ക് റിങ്ങിലെത്തുന്നതേ ഈ കൂട്ടിലാ.